മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ആഭ്യന്തര ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ച വിചാരധാരയുടെ പ്രയോക്താക്കൾ പ്രധാനമന്ത്രി വരെയായാലും ന്യൂനപക്ഷ വേട്ടയ്ക്ക് ആഹ്വാനം നൽകുന്നത് ഏത് വിധമാണ് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ വാസ്തവത്തിൽ ഹിന്ദുത്വയുടെ ന്യൂനപക്ഷ വേട്ടയുടെ അജണ്ട തന്നെയാണ്. 2022 ഗുജറാത്ത് വംശഹത്യയ്ക്ക് പിന്നാലെ മുസ്ലിങ്ങൾ പാർത്ത ദുരിതാശ്വാസ കേന്ദ്രങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഫാക്ടറികൾ എന്ന് വിളിച്ചത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. ഗുജറാത്തിൽ കുടുംബാസൂത്രണം നടപ്പിലാക്കാൻ സാധിക്കാത്തത് മുസ്ലിം മതവിഭാഗം കാരണമെന്ന് വിദ്വേഷം തുപ്പിയ മുഖ്യമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി. വർഷങ്ങൾക്കിപ്പുറം CAA-ക്കെതിരെ പ്രതിഷേധിച്ചവരെ അവരുടെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാമെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്നും പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ഒരു കാലത്തും മാപ്പ് നൽകില്ല ചരിത്രം. മുസ്ലിം വിഭാഗം ആദിവാസി സമൂഹത്തിൻ്റെതുൾപ്പെടെ ഭൂമി തട്ടിയെടുക്കുകയായിരുന്നുവെന്ന വിഷം ഇന്ന് മോദി തുപ്പിയത് വഖഫ് നിയമ ഭേദഗതിയെ ന്യായീകരിക്കാൻ. വഖഫ് നിയമത്തിനെതിരെ കലാപ കലുഷിത അന്തരീക്ഷം നിലനിൽക്കുന്ന നാട്ടിൽ ഈ വിധം വിദ്വേഷം അടിച്ചുവിടുന്ന നരേന്ദ്രമോദി താങ്കൾ വഹിക്കുന്ന പദവി RSS ശാഖാ പ്രമുഖിന്റേതല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. മുസ്ലിങ്ങൾക്ക് നേരെ വിഷം തുപ്പിയ നാവുകൊണ്ട് തൊട്ടടുത്ത നിമിഷം മോദി ഉച്ചരിക്കുന്ന പേര് മഹാനായ അംബേദ്കറുടേതാണ്. താങ്കളുടെ പോരാട്ടങ്ങൾ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് പറഞ്ഞ ഗാന്ധിയോട് അതിന് ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ലല്ലോ ബാപ്പുജി എന്ന് പറഞ്ഞ അംബേദ്കറെ, മനുസ്മൃതി കത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത അംബേദ്കറെ, വ്യത്യസ്തരായിരിക്കാനും വ്യത്യസ്തരായതിന്റെ പേരിൽ ഇരകളാക്കപ്പെടാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് കൈവരുമ്പോൾ മാത്രമാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി അർത്ഥപൂർണമാകുമെന്ന് പറഞ്ഞ അംബേദ്കറെ താങ്കൾക്കോ താങ്കളുടെ പ്രത്യയശാസ്ത്രത്തിനോ ഒരിക്കലും മനസ്സിലാകില്ല മിസ്റ്റർ നരേന്ദ്രമോദി. കാരണം അംബേദ്കർ ഇന്നും വിരൽ ചൂണ്ടുന്നത് മതഭ്രാന്തിന്റെ വക്താക്കളായ നിങ്ങൾക്കെതിരെയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. വിദ്വേഷ പ്രചാരകനാകുന്നോ പ്രധാനമന്ത്രി?